വുഡ് യു മൈൻഡ്. വുഡ് യു മൈൻഡ് എന്നുള്ള ഫ്രേസ് എപ്പോഴാണ്, എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. വുഡ് യു മൈൻഡ് എന്നുള്ള ഫ്രേസ് നമ്മൾ യൂസ് ചെയ്യുന്നത് റിക്വസ്റ്റുകൾ, പെർമിഷനുകൾ, ഫേവർ എന്നിവയൊക്കെ ചോദിക്കുവാനായിട്ടാണ് നമ്മൾ വുഡ് യു മൈൻഡ് എന്നുള്ള ഫ്രേസ് യൂസ് ചെയ്യാറുള്ളത്. നിങ്ങളെല്ലാവരും ഡു യു മൈൻഡ് എന്നുള്ള ഫ്രേസ് കേട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതേ ആശയം തന്നെയാണ് വുഡ് യു മൈൻഡിനുമുള്ളത്. വുഡ് യു മൈൻഡ് യൂസ് ചെയ്ത് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്ന റിക്വസ്റ്റിനും പെർമിഷനും ഒക്കെ കുറച്ച് പൊളൈറ്റ്നെസ് കൂടും. അതുകൊണ്ടാണ് നമ്മൾ വുഡ് യു മൈൻഡ് യൂസ് ചെയ്ത് സംസാരിക്കാറുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ആളുകൾ കൂടുതലായിട്ടും ഡു യു മൈൻഡിനെക്കാട്ടിൽ വുഡ് യു മൈൻഡ് യൂസ് ചെയ്താണ് സംസാരിക്കാറുള്ളത്. അതും ഒന്ന് ഓർത്ത് വെച്ചിരിക്കാം. അതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ, കാലത്തിനനുസരിച്ച് ആളുകൾ സംസാരിക്കുന്ന രീതിയിലും ശൈലിയിലൊക്കെ മാറ്റം വരും. അങ്ങനെയാണ് ഇപ്പോൾ വുഡ് യു മൈൻഡ് യൂസ് ചെയ്ത ആളുകൾ കൂടുതലായിട്ട് സംസാരിക്കാറുള്ളത്. നേരത്തെ ആളുകൾ കൂടുതലായിട്ട് ഡു യു മൈൻഡ് യൂസ് ചെയ്തായിരുന്നു സംസാരിക്കാറുള്ളത്. പക്ഷേ ഇപ്പോൾ വുഡ് യു മൈൻഡ് യൂസ് ചെയ്താണ് സംസാരിക്കാറുള്ളത്. നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പ്രാക്ടീസ് ചെയ്യാം. ഒന്നാമത്, വുഡ് യു മൈൻഡ് ക്ലോസിങ് ദ വിൻഡോ. വിൻഡോ ഒന്ന് അടയ്ക്കാമോ? ഒരു വ്യക്തി വേറൊരു വ്യക്തിയോട് ആവശ്യപ്പെടുന്ന ഒരു സെൻറ്റൻസാണ്, റിക്വസ്റ്റാണ്. വുഡ് യു മൈൻഡ് ക്ലോസിങ് ദ വിൻഡോ, വിൻഡോ ഒന്ന് അടയ്ക്കാമോ? അതേപോലെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യന് മറ്റൊരു ആശയം കൂടിയുണ്ട്. അതായത് വിൻഡോ അടയ്ക്കുന്നതിൽ താങ്കൾക്ക് ഇഷ്ടക്കേടോ വിരോധമോ ഒന്നുമില്ലല്ലോ എന്നൊരാശയം കൂടി ഈ ഒരു സെൻറ്റൻസിനുണ്ട്. അപ്പോൾ ഈ ഒരു രണ്ട് ആശയങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കരുതി വെച്ചിരിക്കുക. വുഡ് യു മൈൻഡ് യൂസ് ചെയ്ത് സംസാരിക്കുമ്പോൾ ഈ രണ്ട് ആശയം കൂടിയുണ്ട്. റിക്വസ്റ്റ് ചോദിക്കുക, അതേപോലെ താങ്കൾ അത് ചെയ്യുന്നതിൽ വിരോധമോ ഇഷ്ടക്കേടോ ഉണ്ടോ എന്നൊരു ആശയം കൂടിയുണ്ട്. ഇത് നിങ്ങളുടെ മനസ്സിൽ കരുതി വെച്ചിരിക്കുക. വുഡ് യു മൈൻഡ് ക്ലോസിങ് ദ വിൻഡോ, വിൻഡോ ഒന്ന് അടയ്ക്കാമോ? അതേപോലെ തന്നെ ഇവിടെ വുഡ് യു മൈൻഡിന് ശേഷം ഒരു ജെറണ്ടാണ് വന്നിട്ടുള്ളത്. ക്ലോസിങ് എന്ന് പറയുന്നത് ഒരു ജെറണ്ടാണ്. ജെറണ്ട് എന്ന് വെച്ചാൽ വെർബിൻ്റെ ING ഫോം. വെർബിൻ്റെ ING ഫോം ഒരു സെൻറ്റൻസിൽ നൗണിൻ്റെ സ്വഭാവം കാണിക്കുകയാണെങ്കിൽ നമ്മൾ ആ വെർബിൻ്റെ ING ഫോമിനെ ഗ്രാമാറ്റിക്കലി വിളിക്കുന്ന ഒരു പേരാണ് ജെറണ്ട് എന്നുള്ളത്. അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ റിക്വസ്റ്റുകളൊക്കെ ചോദിക്കുമ്പോൾ വുഡ് യു മൈൻഡിന് ശേഷം എപ്പോഴും ഒരു ജെറണ്ടാണ് വരാറുള്ളത്. അതും നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. വുഡ് യു മൈൻഡ് ക്ലോസിങ് ദ വിൻഡോ, വിൻഡോ ഒന്ന് അടയ്ക്കാമോ? നെക്സ്റ്റ്, വുഡ് യു മൈൻഡ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ അവർ സർവേ, ഞങ്ങളുടെ സർവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാമോ? അതിന് താല്പര്യമുണ്ടോ? അതിൽ എന്തെങ്കിലും വിരോധമുണ്ടോ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിൽ? ഇങ്ങനെ ഒരു ഐഡിയ ഈ ഒരു ക്വസ്റ്റ്യനുണ്ട്. അത് നിങ്ങളുടെ മനസ്സിൽ കരുതി വെച്ചിരിക്കുക. വുഡ് യു മൈൻഡ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ അവർ സർവേ, ഞങ്ങളുടെ സർവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാനായിട്ട് താല്പര്യമുണ്ടോ? പാർട്ടിസിപ്പേറ്റ് ചെയ്യാമോ? നെക്സ്റ്റ്, വുഡ് യു മൈൻഡ് ഹെൽപ്പിംഗ് മീ വിത്ത് ദിസ് പ്രോജക്റ്റ്, ഈ പ്രോജക്റ്റ് ചെയ്യുവാനായിട്ട് എന്നെ സഹായിക്കാമോ? വുഡ് യു മൈൻഡ് ഹെൽപ്പിംഗ് മീ വിത്ത് ദിസ് പ്രോജക്റ്റ്? നെക്സ്റ്റ്, വുഡ് യു മൈൻഡ് ഹെൽപ്പിംഗ് മീ വിത്ത് ദിസ് പ്രോബ്ലം, ഈ പ്രോബ്ലം ചെയ്യുവാനായിട്ട് എന്നെ സഹായിക്കാമോ? വുഡ് യു മൈൻഡ് ഹെൽപ്പിംഗ് മീ വിത്ത് ദിസ് പ്രോബ്ലം? നെക്സ്റ്റ്, വുഡ് യു മൈൻഡ് സ്വിച്ചിങ് സീറ്റ്സ്, ഇത് ഒരു ഫ്ലൈറ്റിലെ കോൺവെർസേഷൻ സെൻറ്റൻസ് ആണ്. അതിലൊരു പാസഞ്ചർ വിൻഡോ സൈഡിൽ ഇരിക്കുന്ന ഒരു പാസഞ്ചറോട് ചോദിക്കുകയാണ്, താങ്കളുടെ സീറ്റും എൻ്റെ സീറ്റും അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മാറിയിരിക്കാമോ? അദ്ദേഹത്തിന് വിൻഡോ സീറ്റ് ഇരിക്കുന്നത് ഇഷ്ടമാണ്. അപ്പോൾ അവിടെ അദ്ദേഹം ചോദിക്കുന്ന റിക്വസ്റ്റാണിത്. വുഡ് യു മൈൻഡ് സ്വിച്ചിങ് സീറ്റ്സ്, സീറ്റുകൾ പരസ്പരം മാറിയിരിക്കുവാനായിട്ട് താല്പര്യമുണ്ടോ? നെക്സ്റ്റ്, വുഡ് യു മൈൻഡ് ടേണിംഗ് ഡൗൺ ദ വോളിയം, വോളിയം കുറച്ചൊന്ന് കുറയ്ക്കാമോ? വുഡ് യു മൈൻഡ് ടേണിംഗ് ഡൗൺ ദ വോളിയം? നോ പ്രോബ്ലം, ഒരു പ്രശ്നവുമില്ല. ഓക്കെ, ഇവിടെ നോ പ്രോബ്ലം എന്ന് പറഞ്ഞതിൻ്റെ ആശയം ഞാൻ മുമ്പ് പറഞ്ഞതിൻ്റെ കൂട്ട് ഇന്ന കാര്യം ചെയ്യുന്നതിൽ താങ്കൾക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ പ്രശ്നമുണ്ടോ എന്നൊരാശയം കൂടിയില്ലേ. അതുകൊണ്ടാണ് അവിടെ നോ പ്രോബ്ലം എന്ന് റീപ്ലൈ വന്നിരിക്കുന്നത്. നോ പ്രോബ്ലം, ഒരു പ്രശ്നവുമില്ല, ഞാൻ വോളിയം കുറയ്ക്കാം. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, വുഡ് യു മൈൻഡ് നോട്ട് സിംഗിങ് റൈറ്റ് നൗ, ഇപ്പോൾ പാട്ട് പാടാതിരിക്കാമോ? ഐ ആം ട്രൈയിങ് ടു കോൺസെൻട്രേറ്റ്, ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. എന്തോ ബിസി ആയിട്ടുള്ള കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ വേറൊരു വ്യക്തിയോട് ആവശ്യപ്പെടുകയാണ്. വുഡ് യു മൈൻഡ് നോട്ട് സിംഗിങ് റൈറ്റ് നൗ, ഇപ്പോൾ പാട്ട് പാടാതിരിക്കാമോ? ഐ ആം ട്രൈയിങ് ടു കോൺസെൻട്രേറ്റ്. ഓ സോറി അബൌട്ട് ദാറ്റ്, ഐ വിൽ സ്റ്റോപ്പ് സിംഗിങ്, ഞാൻ പാട്ട് പാടുന്നത് നിർത്താം. ഐ അണ്ടർസ്റ്റാൻഡ്, ഐ വിൽ സ്റ്റോപ്പ് സിംഗിങ്, ഞാൻ പാട്ട് പാടുന്നത് നിർത്താം. നോ പ്രോബ്ലം, ഞാൻ പാട്ട് പാടുന്നത് നിർത്താം. നെക്സ്റ്റ്, വുഡ് യു മൈൻഡ് ഡ്രൈവിംഗ് ഫോർ എ വൈൽ, കുറച്ച് നേരത്തേക്ക് എനിക്ക് പകരം നീ ഒന്ന് ഡ്രൈവ് ചെയ്യാമോ? വുഡ് യു മൈൻഡ് ഡ്രൈവിംഗ് ഫോർ എ വൈൽ? ഷുവർ, നോ പ്രോബ്ലം, ഞാൻ ഡ്രൈവ് ചെയ്യാം. നെക്സ്റ്റ്,
വുഡ് യു മൈൻഡ് ക്ലിക്കിംഗ് എ പിക്ചർ ഫോർ അസ്? ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഫോട്ടോ എടുത്ത് തരുമോ? വുഡ് യു മൈൻഡ് ക്ലിക്കിംഗ് എ പിക്ചർ ഫോർ അസ്? ഓഫ് കോഴ്സ് ഐ ബി ഹാപ്പി ടു ടേക്ക് എ പിക്ചർ ഫോർ യു. ഫോട്ടോ എടുക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഐ ബി ഹാപ്പി ടു ടേക്ക് എ പിക്ചർ ഫോർ യു. നെക്സ്റ്റ്, വുഡ് യു മൈൻഡ് വെയിറ്റിംഗ് എ മൊമെൻറ്റ് വൈൽ ഐ ഫിനിഷ് ദിസ് കാൾ? ഞാൻ ഈ കോള് സംസാരിച്ച് തീരുന്നത് വരെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാമോ? ഓഫ് കോഴ്സ് ടേക്ക് യുവർ ടൈം. ഷുവർ ഐ ക്യാൻ വെയിറ്റ്. നോ പ്രോബ്ലം, ഒരു പ്രശ്നവുമില്ല, ഐ വിൽ വെയിറ്റ്, ഞാൻ വെയിറ്റ് ചെയ്യാം. നെക്സ്റ്റ്, വുഡ് യു മൈൻഡ് പിക്കിംഗ് അപ്പ് സം ഗ്രോസറീസ് ഓൺ യുവർ വേ ഹോം? നീ വീട്ടിലോട്ട് വരുന്ന വഴി കുറച്ച് ഗ്രോസറീസ് മേടിച്ചു കൊണ്ട് വരാമോ? വുഡ് യു മൈൻഡ് പിക്കിംഗ് അപ്പ് സം ഗ്രോസറീസ് ഓൺ യുവർ വേ ഹോം? നെക്സ്റ്റ്, വുഡ് യു മൈൻഡ് സെൻഡിങ് ദാറ്റ് മെയിൽ ഫോർ മീ? എനിക്ക് വേണ്ടിയിട്ട് ആ മെയിൽ ഒന്ന് സെൻഡ് ചെയ്യാമോ? വുഡ് യു മൈൻഡ് സെൻഡിങ് ദാറ്റ് മെയിൽ ഫോർ മീ? നോ പ്രോബ്ലം, സെൻഡ് ചെയ്യാം, സെൻഡ് ചെയ്യുന്നതിൽ ഒരു പ്രശ്നവുമില്ല. ഐ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. ഞാനത് നോക്കിക്കോളാം. ഐ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. നെക്സ്റ്റ്, ഓഫ് കോഴ്സ് ഐ സെൻഡ് ദ ഇമെയിൽ. ഞാൻ മെയിൽ സെൻഡ് ചെയ്യാം. ഐ സെൻഡ് ദ ഇമെയിൽ. നെക്സ്റ്റ്, വുഡ് യു മൈൻഡ് ഇഫ് ഐ ക്ലോസ് ദ വിൻഡോ? വിൻഡോ ഞാൻ ക്ലോസ് ചെയ്തോട്ടെ. ഇതൊരു പെർമിഷനാണ്. ഞാൻ വേറൊരു വ്യക്തിയോട് ചോദിക്കുകയാണ്, അനുവാദം ചോദിക്കുകയാണ് വിൻഡോ ക്ലോസ് ചെയ്യട്ടെ എന്ന്. വുഡ് യു മൈൻഡ് ഇഫ് ഐ ക്ലോസ് ദ വിൻഡോ? പക്ഷേ തൊട്ട് മുമ്പ് വരെ നമ്മൾ പറഞ്ഞത് വുഡ് യു മൈൻഡ് ചേർത്തുള്ള റിക്വസ്റ്റുകളായിരുന്നു. വേറൊരു വ്യക്തിയോട് ഇന്ന കാര്യം ചെയ്യണം അല്ലെങ്കിൽ ഇന്ന കാര്യം പറയൂ എന്ന് ചോദിക്കുന്ന റിക്വസ്റ്റുകളായിരുന്നു തൊട്ട് മുമ്പ് വരെ നമ്മൾ പറഞ്ഞത്. അവിടെയെല്ലാം നമ്മൾ വുഡ് യു മൈൻഡിന് ശേഷം ജെറണ്ടാണ് യൂസ് ചെയ്തത്. ഇവിടെ നമ്മൾ വുഡ് യു മൈൻഡിന് ശേഷം ജെറണ്ടല്ല യൂസ് ചെയ്തിരിക്കുന്നത്, ഒരു കണ്ടീഷണൽ ക്ലോസ് ആണ്. ഈ ഒരു സ്ട്രക്ചർ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. പെർമിഷനുകൾ ചോദിക്കുവാനായിട്ടാണ് നമ്മൾ ഈ ഒരു സ്ട്രക്ചർ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവിടുത്തെ വെർബ് പാസ്റ്റ് ഫോമിലാണ്. ക്ലോസ്ഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതും നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ചില സമയത്ത് നേറ്റീവ് സ്പീക്കേഴ്സ് വെർബ് പാസ്റ്റ് ഫോമിലല്ലാതെ അതിൻ്റെ ബേസ് ഫോമിൽ യൂസ് ചെയ്ത് സംസാരിക്കാറുണ്ട്. അതും ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. നിങ്ങൾക്ക് രണ്ട് രീതിയിലും നേറ്റീവ് സ്പീക്കേഴ്സ് സംസാരിക്കുന്നത് കേൾക്കുവാനായിട്ട് സാധിക്കും. പക്ഷേ നിങ്ങൾ വുഡ് യു മൈൻഡ് യൂസ് ചെയ്ത് സംസാരിക്കുമ്പോൾ വെർബ് പാസ്റ്റ് ഫോമിൽ തന്നെ യൂസ് ചെയ്ത് സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക. ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ് താഴെ എഴുതിയിരിക്കുന്നതും. ഡു യു മൈൻഡ് ചേർത്ത് എഴുതിയിരിക്കുകയാണ്. ഡു യു മൈൻഡ് ഇഫ് ഐ ക്ലോസ് ദ വിൻഡോ? ഞാൻ വിൻഡോ ക്ലോസ് ചെയ്തോട്ടെ. ഇവിടെ വെർബ് അതിൻ്റെ ബേസ് ഫോമിലാണ്, പ്രസൻറ്റ് ഫോമിലാണ് എഴുതിയിട്ടുള്ളത്. അതിൻ്റെ കാരണം നമ്മൾ ഡു യു മൈൻഡ് ചേർത്താണ് ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഡു യു മൈൻഡ് ഇഫ് ഐ ക്ലോസ് ദ വിൻഡോ? ഞാൻ വിൻഡോ ക്ലോസ് ചെയ്തോട്ടെ. അതിലെന്തെങ്കിലും താങ്കൾക്ക് പ്രശ്നമുണ്ടോ? നെക്സ്റ്റ്, വുഡ് യു മൈൻഡ് ഇഫ് ഐ ടേൺ അപ്പ് ദ ഹീറ്റ്? ഞാൻ ചൂട് കൂട്ടുന്നതിൽ താങ്കൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, കുഴപ്പമുണ്ടോ? വുഡ് യു മൈൻഡ് ഇഫ് ഐ ടേൺ അപ്പ് ദ ഹീറ്റ്? നോ, ഇല്ല, ഒരു പ്രശ്നവുമില്ല. ഐ വുഡൻറ്റ് മൈൻഡ്, എനിക്കൊരു പ്രശ്നവുമില്ല, താങ്കൾ ഹീറ്റ് കൂട്ടിക്കോളൂ. നെക്സ്റ്റ്, നോ ഇറ്റ്സ് ഓക്കെ, ഒരു പ്രശ്നവുമില്ല, താങ്കൾ ഹീറ്റ് കൂട്ടിക്കോളൂ. നെക്സ്റ്റ്, വുഡ് യു മൈൻഡ് ഇഫ് ഐ ബോറോ യുവർ ബൈക്ക്? ഞാൻ താങ്കളുടെ ബൈക്ക് ഒന്ന് എടുത്തോട്ടെ, കുറച്ച് നേരത്തേക്ക് എടുത്തോട്ടെ, അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? വുഡ് യു മൈൻഡ് ഇഫ് ഐ ബോറോ യുവർ ബൈക്ക്? നോ, ഒരു പ്രശ്നവുമില്ല. ഐ വുഡൻറ്റ്, എനിക്കൊരു പ്രശ്നവുമില്ല. നെക്സ്റ്റ്, ഡു യു മൈൻഡ് ഇഫ് ഐ ബോറോ യുവർ ബൈക്ക്? ഞാൻ താങ്കളുടെ ബൈക്ക് കുറച്ച് നേരത്തേക്ക് എടുത്തോട്ടെ. ഡു യു മൈൻഡ് ചേർത്ത് ചോദിച്ചിരിക്കുകയാണ്. ഡു യു മൈൻഡ് ഇഫ് ഐ ബോറോ യുവർ ബൈക്ക്? ഞാൻ താങ്കളുടെ ബൈക്ക് കുറച്ച് നേരത്തേക്ക് എടുത്തോട്ടെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? നോ, ഐ ഡോണ്ട്, എനിക്കൊരു പ്രശ്നവുമില്ല. നെക്സ്റ്റ്, വുഡ് യു മൈൻഡ് ഇഫ് ഐ ടുക്ക് ദ വിൻഡോ സീറ്റ്? ഞാൻ വിൻഡോ സീറ്റിൽ ഇരുന്നോട്ടെ, അതിൽ താങ്കൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരാളോട് പെർമിഷൻ ചോദിക്കുകയാണ്, വിൻഡോ സീറ്റിൽ ഇരിക്കുന്ന ഒരാളോട് ചോദിക്കുകയാണ്. വുഡ് യു മൈൻഡ് ഇഫ് ഐ ടുക്ക് ദ വിൻഡോ സീറ്റ്? നോ, ഒരു പ്രശ്നവുമില്ല. നോട്ട് അറ്റ് ഓൾ, ഒരു പ്രശ്നവുമില്ല, താങ്കൾ ഇരുന്നോളൂ. നോ, ഓഫ് കോഴ്സ് നോട്ട്, ഒരു പ്രശ്നവുമില്ല. നെക്സ്റ്റ്, വുഡ് യു മൈൻഡ് ഇഫ് ഐ ഡിഡൻറ്റ് ഗോ ടു നൈറ്റ്? ഐ ആം വെരി ടയേർഡ്. ഞാൻ ഇന്ന് പോയില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, കുഴപ്പമുണ്ടോ? ഐ ആം വെരി ടയേർഡ്. വുഡ് യു മൈൻഡ് ഇഫ് ഐ ഡിഡൻറ്റ് ഗോ ടു നൈറ്റ്? നെക്സ്റ്റ്, വുഡ് യു മൈൻഡ് ഇഫ് ഐ സ്മോക്ക് ഇൻ യുവർ കാർ? ഞാൻ താങ്കളുടെ കാറിലിരുന്ന് സ്മോക്ക് ചെയ്താൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, പ്രശ്നമുണ്ടോ? വുഡ് യു മൈൻഡ് ഇഫ് ഐ സ്മോക്ക് ഇൻ യുവർ കാർ? അദ്ദേഹത്തോട് പെർമിഷൻ ചോദിക്കുകയാണ്. ഐ ആം സോറി, ഐ ഡോണ്ട് അലോ സ്മോക്കിംഗ് ഇൻ മൈ കാർ. എൻ്റെ കാറിൽ നിന്ന് സ്മോക്ക് ചെയ്യുവാനായിട്ട് ഞാൻ അനുവദിക്കില്ല. ഐ ഡോണ്ട് അലോ സ്മോക്കിംഗ് ഇൻ മൈ കാർ. നെക്സ്റ്റ്,
ഐ റാദർ യു ഡു നോട്ട് ഡു ദാറ്റ്. നീ അത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. മീൻസ് അതിന് റീപ്ലൈ കൊടുക്കുകയാണ്, എൻ്റെ കാറിലിരുന്ന് പുക വലിക്കരുത്. വളരെ പൊളൈറ്റായിട്ട് മറുപടി കൊടുക്കുന്ന വേറൊരു മെത്തേഡാണിത്, വുഡ് റാദർ ചേർത്ത്. ഇവിടെ ഐ അപ്പോസ്ട്രഫി ഡി എഴുതിയിരിക്കുന്നത് വുഡാണ്. ഐ റാദർ യു ഡു നോട്ട് ഡു ദാറ്റ്. താങ്കൾ എൻ്റെ കാറിലിരുന്ന് പുക വലിക്കരുത്. നെക്സ്റ്റ്, വുഡ് യു മൈൻഡ് ഇഫ് ഐ സാറ്റ് ഹിയർ. ഞാനിവിടെ ഇരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓൾ ദ അതർ ടേബിൾസ് ആർ ഫുൾ. മറ്റ് എല്ലാ ടേബിളുകളും ഫുള്ളാണ്. വുഡ് യു മൈൻഡ് ഇഫ് ഐ സാറ്റ് ഹിയർ. ഞാൻ ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നോ, ഒരു പ്രശ്നവുമില്ല. ഇറ്റ്സ് ഫൈൻ, താങ്കൾ ഇരുന്നോളൂ. നോ, പ്ലീസ് ഹാവ് എ സീറ്റ്. താങ്കൾ ഇരുന്നോളൂ. യെസ് ഐ വുഡ്. യെസ് ഐ വുഡ് എന്ന് റീപ്ലൈ കൊടുത്താൽ എനിക്ക് പ്രശ്നമുണ്ട് എന്നാണ് എൻ്റെ ആശയം. താങ്കൾ ഇവിടെ ഇരിക്കുന്നതിൽ എനിക്ക് പ്രശ്നമുണ്ട് എന്നാണ് എൻ്റെ ആശയം. യെസ് ഐ വുഡ്. നെക്സ്റ്റ്, വുഡ് യു മൈൻഡ് ഇഫ് ഐ ബ്രോട്ട് മൈ ഫ്രണ്ട്സ് ടു ദ പാർട്ടി. എൻ്റെ സുഹൃത്തുക്കളെ പാർട്ടിയിൽ കൊണ്ടുവരുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വുഡ് യു മൈൻഡ് ഇഫ് ഐ ബ്രോട്ട് മൈ ഫ്രണ്ട്സ് ടു ദ പാർട്ടി.